ഹായ് ഹലോ മക്കളെ, ഗുഡ് ഈവനിങ്. എടാ എന്തൊക്കെയുണ്ട് വിശേഷം? ചോദിക്കേണ്ട കാര്യമില്ലല്ലേ, നമ്മൾ ഇടക്കിടക്കിടക്ക് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നുണ്ടല്ലേ മാത്സ് ആയിട്ട്. മാത്സ് പഠിപ്പിക്കാനായിട്ട് മിസ് റെഡി ആയിട്ട് വരാറുണ്ട്, നിങ്ങളും റെഡി ആയിട്ട് തന്നെ വരാറുണ്ട് അല്ലെ. അതുപോലെ ദേ നമ്മൾ അടുത്ത പാർട്ടായിട്ട് നമ്മുടെ ചാപ്റ്ററിന്റെ നെക്സ്റ്റ് പാർട്ടായിട്ടാണ് ദേ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ അധികം ഒന്നും പറയണ്ടല്ലേ, നമുക്ക് അറിയാം ഏത് ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ദേ മിസ് വേഗം ഒന്ന് കാണിക്കാറുണ്ടോ, ചാപ്റ്ററിന്റെ പേര് കാണിക്കാണ്. ദേ കാണാത്തവരുണ്ടെങ്കിൽ ദേ കണ്ടോളൂ. ചാപ്റ്റർ 12 ടേബിൾസ് ആൻഡ് ഗ്രാഫ്സ്, പട്ടികകളും ചിത്രങ്ങളും എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ എന്ത് പഠിച്ചു? ടേബിൾസിനെ പറ്റി പഠിച്ചല്ലേ. ടേബിൾസിനെ പറ്റി നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഗ്രാഫിന്റെ ജസ്റ്റ് ഒരു ഇൻട്രോ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. എന്താണ്, എങ്ങനെയാണ് ഒരു ഗ്രാഫ് തന്നിട്ട് അതിലെ ക്വസ്റ്റ്യൻസ് വരിക, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് അനലൈസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ, അപ്പൊ കഴിഞ്ഞ പാർട്ട് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഓടിപ്പോയി കണ്ടിട്ടൊക്കെ തിരിച്ചു വരാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഗ്രാഫുകളെ പറ്റിയിട്ട് കുറച്ചധികം പ്രോബ്ലംസ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാലോ. റെഡി ആണല്ലോ എല്ലാവരും അല്ലെ? എല്ലാവരും ചായയൊക്കെ കുടിച്ച് സെറ്റ് ആയിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ് മാത്സ് പഠിക്കാനായിട്ട്. മിസ്സിന് അറിയാം. സോ ദേ നമ്മൾ സൂപ്പർ ആയിട്ട് ഈ ഒരു ചാപ്റ്റർ ഒന്ന് പഠിക്കാനായിട്ട് പോവാടാ. നോക്കിക്കോളൂ, ദേ മിസ് ടോപ്പിക് പറയാടാ. നമ്മൾ ഗ്രാഫുകളെ പറ്റിയിട്ടാണ് പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് ഇതിന്റെ ഒരു ഇൻട്രോ പറഞ്ഞു. പിക്ചേഴ്സ് വിവര ചിത്രങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിന്റെ ജസ്റ്റ് മിസ് ഒന്ന് ഇങ്ങനെ എന്താ പെട്ടെന്ന് പറഞ്ഞു പോയല്ലേ അവസാനം. ഓക്കെ, അപ്പോ ഇതില് നമുക്ക് തന്നിരിക്കുന്നത് എന്താണെന്ന് അറിയോടാ? ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിലുള്ള ഒരു മാച്ച് നടക്കാണ് കേട്ടോ. ഭയങ്കര അടിപൊളി ഒരു മാച്ച് നടക്കാണ്. ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട്. ഓക്കെ, അപ്പൊ അവരുടെ മാച്ചിൽ വരുന്ന അവർക്ക് കിട്ടുന്ന റൺസിനെ പറ്റിയിട്ടുള്ള 2 ഗ്രാഫുകളാണ് നമുക്ക് തന്നിരിക്കുന്നത് കേട്ടോ. ഇത് ഇംഗ്ലണ്ടിന്റെ ഗ്രാഫാണേ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോ ഇത് ഇംഗ്ലണ്ടിന്റെ ഗ്രാഫാണ്. അതുപോലെ ഇത് നമുക്ക് അവസാനം തന്നിരിക്കുന്നത് ഇന്ത്യയുടെ ഗ്രാഫാണ് കേട്ടോ. ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്ന റൺസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ഗ്രാഫാണ് കേട്ടോ. അപ്പൊ ജസ്റ്റ് മിസ് ഒന്ന് വേഗം പറയാം. ഇവിടെ ആകെ ടോട്ടൽ 20 ഓവറാണ് ടോട്ടൽ ഉള്ളത്. ഒരു T20 മാച്ചിന്റെ കാര്യമൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ നമ്മുടെ ഇന്ത്യ 19ാമത്തെ ഓവറിൽ തന്നെ വിൻ ചെയ്തു. അതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടില്ലടാ? 20ാമത്തെ ഓവറിലെ കാര്യം തന്നിട്ടില്ല. 19 ഓവറിന്റെ കാര്യം മാത്രമേ ഇന്ത്യയുടെ കേസിൽ പറഞ്ഞിട്ടുള്ളൂ. റീസൺ എന്താണെന്ന് മിസ് പറഞ്ഞത് ക്ലിയർ ആണല്ലോ അല്ലെ? 19 ഓവറിൽ തന്നെ നമ്മുടെ ഇന്ത്യ വിൻ ചെയ്തു. ഓക്കെ, അപ്പൊ ഇവിടെ ഓരോ ഓവറിന്റെ അവിടെയും ഗ്രീൻ കളറിൽ ഒരു റെക്ടാങ്കിൾസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേടാ? കാണുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് ഇതെന്താണ് എന്നുള്ളത് അല്ലെ. എങ്കിലും മിസ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. നോക്കിക്കോടാ, ഫസ്റ്റ് ഓവർ നമ്മൾ എടുക്കാം. ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ, വലിയൊരു അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഓവേഴ്സ്. മുകളിലേക്ക് കൊടുത്തിരിക്കുന്നത് എന്താടാ? റൺസ് ആണ്. ഓരോ ഓവറിലും കിട്ടിയിരിക്കുന്ന റൺസിനെയാണ് മുകളിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയത് ഫസ്റ്റ് ഓവറിൽ എത്ര റൺസ് ആണ് കിട്ടിയിരിക്കുന്നത്. എങ്ങനെ നമ്മൾ നോക്കും? ഈ റെക്ടാങ്കിൾ ഒന്ന് നോക്കുക. റെക്ടാങ്കിളിന്റെ തലപ്പൊക്കം അല്ലെ, പൊക്കത്തിരിക്കുന്ന നമ്പർ ഏതാണ് നമ്മൾ നോക്കണം. ഓക്കെ, അപ്പൊ ഇവിടെയാണ് നമ്മുടെ റെക്ടാങ്കിളിന്റെ ഏറ്റവും പൊക്കം വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാതെ ഇവിടെ നിന്ന് നേരെ ഒരു ലൈൻ വരയ്ക്കുക. അത് എവിടെയാണ് വന്നിരിക്കുന്നത് നോക്കിയടാ? 8ന്റെ അടുത്താണ് അല്ലെ. 8ന്റെ അടുത്താണ് നമ്മുടെ ആ ഒരു ലൈൻ വരുന്നത്. സോ നമുക്ക് പറയാം ഫസ്റ്റ് ഓവറിൽ 8 റൺസ് ആണ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇതുപോലെ സെക്കൻഡ് ഓവർ എടുക്കാം. നോക്കിക്കോളൂ, സെക്കൻഡ് ഓവർ എടുക്കാം. സെക്കൻഡ് ഓവറിൽ എത്ര റൺസ് ആണ് വന്നിരിക്കുന്നത്? നമ്മൾ നേരെ പോകാതെ മുകളിലേക്ക് പോയി ഇവിടെ വെച്ച് എൻഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഓക്കെ, ഇത് നേരെ ഇങ്ങോട്ട് ലൈൻ ഒന്ന് വരച്ചു നോക്കാം. അപ്പൊ എവിടെയാ വന്നിരിക്കുന്നത്? 9ന്റെ അടുത്താണ് ഈ ഒരു പൊക്കം വന്നിരിക്കുന്നത് അല്ലെ, ഈ ഒരു ഹൈറ്റ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം, എന്ത് പറയാം? 2ാമത്തെ ഓവറിൽ 9 റൺസ് ആണ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഇന്ത്യക്ക് എന്ന് നമുക്ക് പറയാം. ഇതുപോലെ തന്നെ 3ാമത്തെ ഓവർ നോക്കുകയാണെങ്കിലും അവിടെയും എന്ത് തന്നെയാണ്? സെയിം ഹൈറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലെ. 9 റൺസ് തന്നെയാണ്. ഇപ്പൊ ഫസ്റ്റ് ഓവറിൽ 8 റൺസ്, സെക്കൻഡ് ഓവറിൽ 9 റൺസ്. ഇങ്ങനെ നമുക്ക് ഓരോ ഓവറിലും എത്ര റൺസ് വീതമാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് ഈ ഒരു ഗ്രാഫിൽ നിന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഈ ഗ്രാഫായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നോക്കിക്കോളൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇൻ വിച്ച് ഓവർ വാസ് ദ മോസ്റ്റ് റൺ സ്കോർഡ്? എന്താണ്?
എത്രാമത്തെ ഓവറിലാണ് ഏറ്റവും കൂടുതൽ റൺസ് കിട്ടിയിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ. എത്രാമത്തെ ഓവറിലാണ് ഏറ്റവും കൂടുതൽ റൺസ് നമ്മുടെ ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്നത്? അപ്പൊ ദേ നോക്കിക്കോളൂ, നമ്മൾ ഇന്ത്യയുടെ ഗ്രാഫ് നോക്കുന്നു. ഏറ്റവും കൂടുതൽ റൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ എടുക്കണ്ടേ? ഏറ്റവും ഉയരത്തിൽ വന്നിരിക്കുന്ന റെക്ടാംഗിൾ ഏതാണ് എന്നുള്ളത് നോക്കാം അല്ലെ. കാണുമ്പോ തന്നെ നമുക്ക് പറയാം. ഒന്നും നമ്മൾ നോക്കണ്ട, എന്താണ് നമുക്ക് ദേ വരുന്നടാ, നോക്കിക്കോ. 11th ഓവറിലാണ് ദേ വന്നിട്ടുണ്ട് ഏറ്റവും ഹൈറ്റ് വന്നിരിക്കുന്നത്. എവിടെയാണ് നോക്കിയടാ? ഇവിടെ അല്ലെ. ഏറ്റവും ഹൈറ്റ് വരുന്ന റെക്ടാംഗിൾ വന്നിരിക്കുന്നത് എവിടെയാണ്? 11th ഓവറിലാണ്. അപ്പൊ നമുക്ക് പറയാം ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ റൺസ് കിട്ടിയിരിക്കുന്നത് 11ാമത്തെ ഓവറിലാണ്. സെറ്റ് ആണല്ലോ, ക്ലിയർ ആണല്ലോ, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അല്ലെ. നമുക്ക് എളുപ്പത്തിൽ പറയാം എന്താണ്? 11ാമത്തെ ഓവറിൽ 11ാമത്തെ ഓവറിലാണ് 11th ഓവറിലാണ് എന്ത് പറ്റിയിരിക്കുന്നടാ? ഏറ്റവും കൂടുതൽ റൺസ് ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു സബ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടല്ലോ. എന്താണ്? ഹൗ മെനി റൺസ് വേർ സ്കോർഡ്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ 11th ഓവറിൽ എത്ര റൺസ് ആണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ദേ വരുന്നു, നമ്മുടെ 11th ഓവറിലേക്ക് വരുന്നു. ദേ റൺസിന്റെ ഒരു ഗ്രാഫാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ തലപ്പൊക്കം അല്ലെ. ഏറ്റവും ഹൈറ്റിൽ വന്നിരിക്കുന്ന ഭാഗം ഇതാണ്. ഇതിനങ്ങോട്ട് നേരെ അങ്ങോട്ട് വരക്കാം നമ്മൾ കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ സ്കെയിലൊക്കെ വെച്ച് നോക്കിക്കോട്ടോ, കറക്റ്റ് അറിയാൻ വേണ്ടി. ചിലപ്പോൾ നമ്മളിങ്ങനെ കുറെ ലൈൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഒക്കെ വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് സ്കെയിൽ ഇവിടെ വെച്ച് നോക്കുക കേട്ടോ. എന്നിട്ട് നേരെ ഇങ്ങോട്ട് ഒരു ലൈൻ വരച്ച് നോക്കുക. വരച്ച് നോക്കുമ്പോൾ നമുക്കറിയാം എവിടെയാണ് ഇത് വന്ന് കൂട്ടിമുട്ടുന്നത്. 20ലാണ് കൂട്ടിമുട്ടുന്നത് അല്ലെ. 20 എന്താണ്? നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താ? റൺസ് ആണ്. 20 റൺസ് ആണ് നമ്മുടെ ഇന്ത്യക്ക് 11ാമത്തെ ഓവറിൽ കിട്ടിയിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. അപ്പൊ വേഗം എഴുതിക്കോളൂ ആൻസർ. എന്താണ്? 20 റൺസ് അല്ലെ. 20 റൺസ് ആണ് എന്ത് കിട്ടിയിരിക്കുന്നതാ? നമ്മുടെ 11ാമത്തെ ഓവറിൽ നമ്മുടെ ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദേ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. നോക്കിക്കോ. ഇൻ വിച്ച് ഓവർ വാസ് ദ ലീസ്റ്റ് റൺ സ്കോർഡ്? ഓക്കെ, എത്രാമത്തെ ഓവറിലാണ് ഏറ്റവും കുറച്ച് റൺസ് കിട്ടിയിരിക്കുന്നത്? ഓക്കെ, ഏറ്റവും കുറവ് റണ്ണ് കിട്ടിയിരിക്കുന്നത് ഏത് ഓവറിലാണ് എന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഏറ്റവും കുറവ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തടാ? ഏറ്റവും ഹൈറ്റിലുള്ള റെക്ടാംഗിൾ ഏതാണ് എന്നുള്ളത് നോക്കി അല്ലെ. അപ്പൊ ഏറ്റവും കുറവ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് നോക്കിയാൽ മതി? ഹൈറ്റ് കുറഞ്ഞ റെക്ടാംഗിൾ ഏതാണെന്ന് നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ ഹൈറ്റ് കുറഞ്ഞ, ഏറ്റവും ഹൈറ്റ് കുറഞ്ഞിരിക്കുന്ന റെക്ടാംഗിൾ ഇവിടെ ഏതാണ്? ഒന്ന് നോക്കിയത് വരുന്ന അല്ലെ. 3 എണ്ണം അടുത്തടുത്തടുത്ത് കിടപ്പുണ്ട്. ഈ റെക്ടാംഗിളും ഈ റെക്ടാംഗിളും ഈ റെക്ടാംഗിളും എന്താ? ചെറിയ ഹൈറ്റിൽ വന്നിരിക്കുന്ന റെക്ടാംഗിൾസ് ആണ് അല്ലെ. അപ്പൊ ഇവർക്കാണ് എന്ത് വന്നിരിക്കുന്ന മക്കളെ? ഏറ്റവും കുറവ് റൺസ് വന്നിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെ ഓവറാണ് നോക്കിയത് അല്ലെ. ഇതിനേലും ചെറിയ റെക്ടാംഗിൾ വേറെ ഇല്ല നമുക്ക് അല്ലെ. ഇവര് 3 പേരാണ് ചെറുതായിട്ട് ഒരേ പൊക്കത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർ അല്ലെ. അപ്പൊ ഇത് ഏതാ ഓവർ എന്നൊന്ന് നോക്കിയടാ? 13, 14, 15 അല്ലെ. 13, 14, 15 ഓവറിലാണ് എന്ത് കിട്ടിയിരിക്കുന്നത്? ഏറ്റവും കുറവ് റൺസ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ വേഗം എഴുതിക്കോളൂ, ആൻസർ എഴുതിക്കോളൂ. നമുക്ക് ഏതൊക്കെ ഓവറിലാണ് ഏറ്റവും കുറവ് റൺസ് കിട്ടിയിരിക്കുന്നതെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെ പറയാം? 13ാമത്തെ ഓവറിൽ, 14ാമത്തെ ഓവറിൽ ആൻഡ് 15ാമത്തെ ഓവറിൽ. ഈ 3 ഓവറിലാണ് ഏറ്റവും കുറവ് റൺസ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഇന്ത്യക്ക്. ഓക്കെ, ഇനി അതുപോലെ അടുത്ത സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഹൗ മെനി റൺസ് വേർ സ്കോർഡ്? ഓക്കെ, അത് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. ഈ 13, 14, 15 ഏറ്റവും കുറവ് റൺസ് ആണ് നമ്മൾ പറഞ്ഞു. ഓക്കെ, അത് എത്ര റൺസ് ആണ് എന്നുള്ളതാണ് അടുത്ത സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, 13, 14, 15 എത്ര റൺസ് ആണ് കിട്ടിയിരിക്കുന്നത്? നേരെ നമ്മൾ എന്ത് ചെയ്യാതെ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് ലൈൻ വരയ്ക്കുക അല്ലെ. ലൈൻ വരച്ച് വരുമ്പോഴേക്കും നമുക്ക് എത്ര കിട്ടും? 3 എന്ന് കിട്ടും അല്ലെ. 3യുടെ അടുത്താണ് വരുന്നത് നമുക്ക് കിട്ടും. സോ അവിടെ കിട്ടിയിരിക്കുന്ന റൺസ് എത്രയാണ്? 3 റൺസ് ആണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ വേഗം ആൻസർ എഴുതിക്കോളൂ. 3 റൺസ്, 3 റൺസ് ആണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. എവിടെ? 13, 14, 15 ഓവറുകളിൽ. ഓക്കെ ആണല്ലോടാ, സെറ്റ് ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നോക്കിക്കോളൂ, ശരിക്കും വായിച്ചു നോക്കാം കേട്ടോ. മിസ്സിന്റെ കൂടെ തന്നെ എല്ലാവരും ഉറക്കെ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഈ ഒരു ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ച് ശ്രദ്ധിച്ച് വേണം വായിക്കാൻ കേട്ടോ. അതൊരു എന്താ അതിനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ ആണ്. ഈ ഒരു ചാപ്റ്റർ കാണാതെ പഠിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. അപ്പൊ ശരിക്കും എല്ലാവരും ഒരുമിച്ച് തന്നെ വായിച്ചു നോക്കുക. ഇൻ ഹൗ മെനി ഓവേഴ്സ് വേർ മോർ ദാൻ 10 റൺസ് സ്കോർഡ്? ഓക്കെ, എത്ര ഓവറിലാണ്
10നേക്കാൾ കൂടുതൽ റൺസ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, 10 റണ്ണിൽ കൂടുതൽ കിട്ടിയിരിക്കുന്നത് ഏതൊക്കെ ഓവറിലാണ്, എനിക്ക് എത്ര ഓവറിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ 10 റൺസിൽ കൂടുതൽ, ഇപ്പൊ നമ്മുടെ ഗ്രാഫ് ഒന്ന് നോക്കാം കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിയടാ, 10 റൺ എന്ന് പറയുമ്പോൾ അതേ 10 റൺ അല്ലെ, റൺ എന്ന് പറയുന്നത് എവിടെയാണ് അല്ലെ, 10 റൺ എന്ന് പറയുമ്പോൾ ഇതാണ് ലൈൻ. മിസ് ഒന്ന് ലൈൻ വരച്ച് കാണിക്കാട്ടാ, നോക്കിക്കോളൂ, ലൈൻ നോക്കിക്കോളൂ, ലൈൻ വരയ്ക്കാണ് നമ്മൾ. 10ാമത്തെ റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് വരിക കേട്ടോ, ഇതാണ് നമ്മുടെ 10ാമത്തെ റൺ. മിസ് ലൈൻ വരച്ചു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ, 10ൽ കൂടുതൽ കിട്ടിയിരിക്കുന്നത് എത്ര ഓവറിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 10ൽ കൂടുതൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രാഫിൽ റെക്ടാംഗിൾസ് എവിടെ വരണം, അതെ ഇതിന്റെ മുകളിലേക്ക് വേണം നമ്മുടെ റെക്ടാംഗിൾസ് പൊങ്ങി നിൽക്കാനായിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ 10നേക്കാൾ മുകളിൽ വന്നിരിക്കുന്ന റെക്ടാംഗിൾസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നോക്കിയടാ, അതെ കണ്ടോ, നമ്മളിപ്പോ വരച്ചിരിക്കുന്ന ലൈനിന്റെ പൊക്കത്തേക്ക് ഇതേ ഇവിടെ വന്നിട്ടുണ്ടല്ലേ. ഏതാ വന്നിരിക്കുന്നത് നോക്കിക്കേ, 4th ഓവർ വന്നിട്ടുണ്ട് അല്ലെ, 4th ഓവർ വന്നിട്ടുണ്ട്. പിന്നെ ഏത് ഓവർ വന്നിരിക്കുന്നത്, 8ാമത്തെ ഓവർ വന്നിട്ടുണ്ട്, 9ാമത്തെ ഓവർ വന്നിട്ടുണ്ട്, 10ാമത്തെ ഓവർ വന്നിട്ടുണ്ട്, 11 വന്നിട്ടുണ്ട്. വേറെ ഏതെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നും, മിസ് ചെയ്തേ 10 മുട്ടി നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അല്ലെ, 10 തൊട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെ. അപ്പൊ ഇവരെ മിസ് എടുക്കാവോ എന്ന് ചോദിക്കുന്ന കുറച്ച് പേരുണ്ട്. എടാ, അവരെ എടുക്കാൻ പാടില്ല കേട്ടോ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ, ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താ, 10ൽ കൂടുതൽ എന്നാണ്. 10 എന്നല്ല നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, 10ൽ കൂടുതൽ എന്നാണ്. അപ്പൊ 10ൽ കൂടുതൽ എന്ന് പറയുമ്പോൾ 10ന്റെ മുകളിൽ നിൽക്കുന്ന ആൾക്കാരെ മാത്രം നമ്മൾ എടുത്താൽ മതി കേട്ടോ. അപ്പൊ ആരൊക്കെയാണ് അവര്, 4th ഓവർ ഉണ്ട്, 8th ഓവർ, 9th ഓവർ, 10th ഓവർ, അതുപോലെ 11th ഓവർ. അപ്പൊ വേഗം ആൻസർ എഴുതിയോളൂ, ഏതൊക്കെയാണ്, 4, 8. വേഗം എഴുതിക്കോ കേട്ടോ. നമ്മളോട് ആദ്യം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാ, എത്ര ഓവറുകൾ ഉണ്ടെന്നാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത് കേട്ടോ. എത്ര ഓവറുകൾ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്, എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. 1 ഇവിടെ ഉണ്ട്, 2, 3, 4, 5 ഓവറുകളിലാണ് എന്ത് വന്നിരിക്കുന്നേടാ, ഏറ്റവും കൂടുതൽ 10ൽ കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പൊ എത്ര എണ്ണമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ എഴുതേണ്ടത്, 5 എണ്ണമാണ് കേട്ടോ. 5 ഓവറുകളിലാണ് എന്ത് വന്നിരിക്കുന്നത്, 10ൽ കൂടുതൽ സ്കോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തതിൽ ചോദിച്ചിരിക്കുന്നത് എന്താ, ഏതൊക്കെയാണ് ആ ഓവറുകൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ഓവറുകൾ, നമ്മൾ പറഞ്ഞു അല്ലെ, 4th ഓവർ ഉണ്ട്, 8th ഓവർ ഉണ്ട്, അതുപോലെ 9th, പിന്നെ 10th, പിന്നെ ഉണ്ടോ, 10th കഴിഞ്ഞ് നമ്മൾ 5 എണ്ണം ഉണ്ട് അല്ലെ. 10th കഴിഞ്ഞ് എവിടെ കൂടി ഉണ്ട്, 11th കൂടി ഉണ്ട് അല്ലെ. അപ്പൊ വേഗം എഴുതിക്കോളൂ, 11th ഓവർ. ഈ 5 ഓവറുകളിലാണ് 10ൽ കൂടുതൽ റൺസ് നമ്മുടെ ആര് സ്കോർ ചെയ്തിരിക്കുന്നത്, ഇന്ത്യ സ്കോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നു, നോക്കിയടാ. ഇൻ ഹൗ മെനി ഓവേഴ്സ് were less than 6 runs scored? ഓക്കെ, എത്ര ഓവറിലാണ് 6നേക്കാൾ കുറവ് റൺസ് കിട്ടിയത്, 6 റണ്ണിനേക്കാൾ കുറവ് കിട്ടിയതാണ് ഇനി നമുക്ക് വേണ്ടത് അല്ലെ. നമ്മളിപ്പോ കൂടുതലിന്റെ കാര്യമൊക്കെ പറഞ്ഞു, ഇനി നമുക്ക് എന്ത് കൂടി വേണം, കുറവിന്റെ കാര്യം കൂടി നമുക്ക് വേണം. അപ്പൊ ഈ മിസ് എടുക്കാണ്, നമ്മുടെ ഗ്രാഫ് എടുക്കാണ്, അതിൽ 6 റൺസിന്റെ കാര്യമാണ് നമുക്ക് വേണ്ടത് അല്ലെ. അപ്പൊ മറ്റേതിനെ നമ്മൾ 10 റൺസിന്റെ കാര്യത്തിന് അങ്ങോട്ട് ഒഴിവാക്കുന്നു. 6 റൺസിന്റെ കാര്യമാണ് നമ്മൾ ഇനി എഴുതാൻ പോകുന്നത്. അപ്പൊ 6ാമത്തെ റൺ എവിടെയാ വരിക, ഇവിടെയാണ്. മിസ് അത് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് നിങ്ങൾ നോക്കാട്ടാടാ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് മിസ്റ്റേക്ക് വരാനുള്ള സാധ്യത കുറവായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് നോക്കിയിട്ട് ഗ്രാഫിന്റെ ആൻസർ ഒക്കെ എഴുതുമ്പോൾ ചില സമയത്ത് മിസ്റ്റേക്കുകൾ വരാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങളൊന്ന് ലൈനൊക്കെ വരച്ച് തന്നെ ഒന്ന് നോക്കുക കേട്ടോ. വെറുതെ നമ്മൾ എന്തിനാ നമ്മുടെ മാർക്ക് കളയുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ, ഈ 6ാമത്തെ റൺ ഏതാണ് എന്നുള്ളത് കേട്ടോ. 6 റൺസിന്റെ കാര്യം ഇതേ ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടേ, 6 റണ്ണിൽ കുറവുള്ളവർ ഏതൊക്കെ, എത്ര എണ്ണം എന്നൊക്കെയാണ് നമുക്ക് വേണ്ടത് അല്ലെ. അപ്പൊ 6ൽ കുറവ് വന്നിരിക്കുന്ന ഏതൊക്കെയാണ് ഒന്ന് നോക്കി. ഇവിടെ നോക്കുകയാണെങ്കിൽ 6ൽ കൂടുതലാണ് അല്ലെ, 6നേക്കാൾ മുകളിൽ പോയിട്ടുണ്ട് നമ്മുടെ റെക്ടാങ്കിൾ. 2ാമത്തെ ഓവർ എടുത്തു കഴിഞ്ഞാലും 6നേക്കാൾ മുകളിൽ പോയിട്ടുണ്ട്. 6ൽ കുറവ് വന്നിരിക്കുന്ന ആരെയാണ്, 6 വന്നിരിക്കുന്ന കുറച്ച് പേരുണ്ട് അല്ലെ, അവരെ നമ്മൾ എടുക്കാൻ പാടില്ല കേട്ടോ. മിസ് വീണ്ടും പറയാണ്, അവരെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടില്ല. 6ൽ കുറവ് എന്ന് പറയുമ്പോൾ 6ൽ ടച്ച് ചെയ്യാത്ത ആൾക്കാരെയാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. അപ്പൊ അവരാരൊക്കെയാണ്, ഇവിടെ നിൽപ്പുണ്ടല്ലേ, ആരൊക്കെയാണ്, 12ാമത്തെ ഓവർ, 13, 14, 15, 16, 17. അപ്പൊ എത്ര ഓവറുകൾ വന്നിട്ടുണ്ട്, 1, 2, 3, 4, 5, 6 ഓവറുകളിലാണ് എന്ത് വന്നിരിക്കുന്നതാ, 6ൽ കുറവ് റൺസ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ എത്ര ഓവറുകളിലായിരുന്നു എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അപ്പൊ ആൻസർ എഴുതിക്കോളൂ. എത്ര ഓവറിലാണ് 6ൽ കുറവ് വന്നിരിക്കുന്നത്, 6 ഓവറിലാണ് കുറവ് വന്നിരിക്കുന്നത് അല്ലെ. അല്ലേടാ, നൂടി എണ്ണി നോക്കിക്കോട്ടെ. നമ്മള് നോക്കിയോ, ഏതൊക്കെയാണ്, 12, 13, 14, 15, 16, 17 കേട്ടോ. അപ്പൊ 6 ഓവറുകളിലാണ് ഏറ്റവും കുറവ് റൺസ്, ഏറ്റവും കുറവല്ല
6ൽ കുറവ് റൺസ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ആ ഓവറുകൾ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വിച്ച് ആർ ദോസ് ഓവേഴ്സ്, ഏതൊക്കെയാണ് ആ ഓവറുകൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയായിരുന്നു എഴുതിക്കോളൂ. 12th ഓവർ, 13th, പിന്നെ ഏതാ 14th ഓവർ വരുന്നുണ്ട്, പിന്നെ ഏതാ 15th വരുന്നുണ്ട്, പിന്നെ 16th വരുന്നുണ്ട്, ലാസ്റ്റ് വൺ 17th ഓവർ അല്ലെ. ഇങ്ങനെ 17ാമത്തെ ഓവർ വരെ അല്ലെ, 12, 13 അല്ലെ, 6 ആയില്ലേ, 1, 2, 3, 4, 5, 6 അല്ലെ. ഈ 6 ഓവറുകളിലാണ് ഏറ്റവും കുറവ്, മീൻസ് 6ൽ കുറവ് എന്ത് വന്നിരിക്കുന്നത്, റൺസ് നമ്മുടെ ഇന്ത്യ സ്കോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ എന്ത് ഫസ്റ്റ് പാർട്ടിൽ ക്വസ്റ്റ്യൻ. ഇനിയുണ്ടോ നമുക്ക് നോക്കാം അല്ലെ, ഇല്ല. ഓക്കെ, നോക്കിക്കോ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ആദ്യത്തെ ഒരു ഗ്രാഫ് തന്നിട്ട് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞത് അല്ലെ. ഒരു ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്ന ആർക്ക്, ഏറ്റവും കുറവ് കിട്ടിയിരിക്കുന്ന ആർക്ക്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും അല്ലെ. അതൊക്കെ മിസ്സിന്റെ മക്കളെ എല്ലാവരും പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാടാ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്നു നോക്കിയടാ, നമ്മൾ ആദ്യം ക്ലാസ് തുടങ്ങിയ ടൈമിൽ മിസ് കാണിച്ചില്ലേ, ഇന്ത്യയുടെ ഗ്രാഫും ഇംഗ്ലണ്ടിന്റെ ഗ്രാഫും സെപ്പറേറ്റ് ആയിട്ട് മിസ് കാണിച്ചായിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണെന്ന് അറിയോ, ഇവർ രണ്ടുപേരെയും കൂടി അങ്ങോട്ട് മെർജ് ചെയ്തേക്കാം. ഇന്ത്യയുടെയും ഇംഗ്ലണ്ടിന്റെയും കൂടി ഒരുമിച്ച് ഒരൊറ്റ ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് ഇതേ തന്നിട്ടുണ്ട്, ഇന്ത്യയുടെയാണ് ഓറഞ്ച് കളറിൽ കാണുന്നത് ആൻഡ് ഇംഗ്ലണ്ടിന്റെയാണ് ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്ന റെക്ടാങ്കിൾ എന്നവര് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിയിട്ട് അതേ ഓറഞ്ച് കളറിൽ വന്നിരിക്കുന്നുണ്ടോ, ഇത് ആരെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്, ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി അതുപോലെ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഇംഗ്ലണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തന്നിരുന്ന ആ രണ്ട് ഗ്രാഫുകളെ കൂടി ഒരുമിച്ച് ഒരൊറ്റ ഗ്രാഫാക്കി മാറ്റി. അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രാഫിനെ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്രാഫുകളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ, വരയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഒരൊറ്റ ഗ്രാഫുകളായിട്ട് തരുന്നതിനേക്കാളും ബെറ്റർ എന്താണ്, ഒരുമിച്ച് ഒരൊറ്റ ഗ്രാഫിൽ തരുന്നതല്ലേ. ഓക്കെ, അപ്പൊ ഈ ഗ്രാഫുകൾ വരയ്ക്കാനൊന്നും നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാനില്ല, ജസ്റ്റ് അതൊന്ന് കണ്ട് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാലോ, ഈ ഗ്രാഫിനെ പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ താഴെ നമുക്ക് എന്ത് തന്നിട്ടുണ്ടാ, ഓവറുകളെ പറ്റി തന്നിട്ടുണ്ട് അല്ലെ. 1 മുതൽ 20ാമത്തെ ഓവർ വരെയാണുള്ളത്. അതിൽ 20ാമത്തെ ഓവറിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഓറഞ്ച് കളർ അവിടെ ഇല്ല. ഓറഞ്ച് ആരാണ്, നമ്മുടെ ഇന്ത്യയാണ് അല്ലെ. ഇപ്പൊ ഇന്ത്യ അവിടെ ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇന്ത്യക്ക് 19 ഓവർ വരെ ഉള്ളൂ. കാരണം എന്താ, 19ാമത്തെ ഓവറിൽ നമ്മുടെ ഇന്ത്യ വിൻ ചെയ്തായിരുന്നു. ഓക്കെ, അപ്പോ 20 ഓവറുകൾ വന്നിരിക്കുന്നത് ഇംഗ്ലണ്ടിന്റെ മാത്രമാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം, ഫസ്റ്റ് ഓവർ നോക്കാം കേട്ടോ. ഫസ്റ്റ് ഓവറിൽ നമ്മുടെ ഇംഗ്ലണ്ടിന് കിട്ടിയിരിക്കുന്ന റൺസ് എത്രയാണ്, അതേ നോക്കിക്കോ, 13 റൺസ് ആണ് നമ്മുടെ ഇംഗ്ലണ്ടിന് കിട്ടിയിരിക്കുന്നത്. ഫസ്റ്റ് ഓവറിൽ തന്നെ നോക്കിയേ, ഇന്ത്യക്ക് എത്രയാണ് കിട്ടിയിരിക്കുന്നത് നോക്കിയടാ, ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്നത് നോക്കിക്കോ 8 റൺസ് ആണ് അല്ലെ. അപ്പൊ ഇതുപോലെ നമുക്ക് ഓരോന്നും പറയാം. അതായത് സെക്കൻഡ് ഓവർ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇന്ത്യക്കും ഇംഗ്ലണ്ടിനും ഒരേ റൺസ് ആണ് കിട്ടിയിരിക്കുന്നത് അല്ലെ. രണ്ടുപേരും ഒരേ പൊക്കത്തിൽ അല്ലെ, ഒരേ ഹൈറ്റിൽ നിൽക്കുന്ന ആൾക്കാരാണ് അല്ലെ സെക്കൻഡ് ഓവറിന്റെ കേസിൽ. ഓക്കെ, അപ്പൊ സെക്കൻഡ് ഓവറിൽ എന്താ വന്നിരിക്കുന്നത്, 2 പേർക്കും ഒരേ റൺസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 20 ഓവറിലെയും കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനായിട്ട് ഈ ഗ്രാഫ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ പുറകിലുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് വേഗം നോക്കാലോ. നോക്കിക്കോളൂ, ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഇൻ വിച്ച് ഓവേഴ്സ് ഡിഡ് ഇന്ത്യ സ്കോർ മോർ റൺസ് ദാൻ ഇംഗ്ലണ്ട്. ഓക്കെ, ഏതൊക്കെ ഓവറിലാണ് ഇന്ത്യ ഇംഗ്ലണ്ടിനേക്കാൾ റൺ നേടിയത്, എന്താണ്, ഇന്ത്യക്ക് ഇംഗ്ലണ്ടിനേക്കാൾ കൂടുതൽ റൺസ് കിട്ടിയിരിക്കുന്നത് ഏതൊക്കെ ഓവറിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. എന്താണ് ചോദിച്ചിരിക്കുന്നത്, ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് എവിടെയാണ്. അപ്പൊ ഇന്ത്യക്ക് എന്ന് പറയുമ്പോൾ ഇന്ത്യ ഏത് കളറിലാണ് നമ്മൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്, ഓറഞ്ച് കളറിലാണ് കാണിച്ചിരിക്കുന്നത് അല്ലെ. ഇന്ത്യക്ക് കൂടുതൽ കിട്ടുക എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് എന്താടാ, ഓറഞ്ച് കളറിലെ റെക്ടാങ്കിൾ ഗ്രീനിനേക്കാൾ മുകളിൽ വരണം. അങ്ങനെയുള്ള ഏതൊക്കെ ഓവറുകളാണ് ഇവിടെ ഉള്ളത് എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പൊ നോക്കിക്കോ, ഫസ്റ്റ് ഓവർ എടുക്കുകയാണെങ്കിൽ ഓറഞ്ച് ആണോ മുകളിൽ വന്നിരിക്കുന്നത്, അല്ല, നമ്മുടെ ഗ്രീൻ പൊക്കത്തിൽ പോയിട്ടുണ്ടല്ലേ. ഇംഗ്ലണ്ട് ഫസ്റ്റ് ഓവറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, റൺസ് കൂടുതൽ സ്കോർ ചെയ്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് ഓവർ നോക്കുകയാണെങ്കിൽ നോക്കിയടാ, രണ്ടുപേരും ഒരുപോലെയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ, ഇന്ത്യക്ക് കൂടുതൽ കിട്ടുന്നത് എപ്പോൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എന്താ, രണ്ടുപേർക്കും ഒരേപോലെ, അപ്പൊ നമുക്കത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ മൂന്നാമത്തെ ഓവർ നോക്കിയടാ, മൂന്നാമത്തെ ഓവർ വന്നിട്ടുണ്ട് നോക്കിയടാ, മൂന്നാമത്തെ ഓവറിൽ വന്നിട്ടുണ്ട് ആര്, നമ്മുടെ ഇന്ത്യ ദേ മുകളിൽ വന്നിട്ടുണ്ട് അല്ലെ. നമ്മുടെ ഗ്രീനിനേക്കാൾ മുകളിലേക്ക് നമ്മുടെ ഓറഞ്ച് റെക്ടാങ്കിൾ വന്നിട്ടുണ്ട്. സോ ഇന്ത്യക്ക്
തേർഡ് ഓവറിൽ എന്ത് കിട്ടിയിട്ടുണ്ട്? കൂടുതൽ റൺസ്, ഇംഗ്ലണ്ടിനേക്കാൾ കൂടുതൽ റൺസ് വന്നിട്ടുണ്ട്. പിന്നെ എവിടെയാണ് നോക്കിയത്? അഞ്ചാമത്തെ ഓവർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അഞ്ചാമത്തെ ഓവർ നോക്കി, അതേ ഓറഞ്ച് ആണ് ഏറ്റവും പൊക്കത്തിൽ വന്നിരിക്കുന്നത് അല്ലെ, ഇന്ത്യയാണ് ഏറ്റവും പൊക്കത്തിൽ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം ഇന്ത്യക്ക് കൂടുതൽ റൺസ് അഞ്ചാമത്തെ ഓവറിൽ വന്നിട്ടുണ്ട്. മിസ് മാർക്ക് ചെയ്യാം. എവിടേക്കാണ്? നമ്മുടെ മൂന്നാമത്തെ ഓവറിൽ വന്നിട്ടുണ്ട്, പിന്നെ അഞ്ചാമത്തെ ഓവറിൽ വന്നിട്ടുണ്ട്, പിന്നെ എവിടെയാണ്? ആറാമത്തെ ഓവർ നോക്കിയാലും ഓറഞ്ച് റെക്ടാങ്കിൾ ആണ് മുകളിൽ വന്നിരിക്കുന്നത് അല്ലെ. ആറാമത്തെ ഓവറിൽ വരുന്നുണ്ട്. പിന്നെ എവിടെയാണ്? എട്ടാമത്തെ ഓവർ ഉണ്ട്, ഒൻപതാമത്തെ ഓവർ ഉണ്ട്, പത്താമത്തെ ഓവർ ഉണ്ട്, 11 ഉണ്ട്. പിന്നെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലെ. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴേക്കും ഏകദേശം എല്ലാവരും ഒരുപോലെ വരുന്ന രീതിയിലൊക്കെയാണ് വന്നിരിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഇത്രയും ഓവറുകളിലാണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഇംഗ്ലണ്ടിനേക്കാൾ റൺസ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് നമ്മൾ എഴുതാം കേട്ടോ. വേഗം എഴുതിക്കോളൂ ആൻസർ, എല്ലാവരും എഴുതുക. ഏതൊക്കെ ഓവറിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ തേർഡ് ഓവറിൽ വന്നിട്ടുണ്ട്, പിന്നെ ഏതാ? ഫിഫ്തിൽ വന്നിട്ടുണ്ട്, സിക്സ്തിൽ വന്നിട്ടുണ്ട്, അതുപോലെ 8ൽ വന്നിട്ടുണ്ട്, പിന്നെ 9th വന്നിട്ടുണ്ട്, 10th വന്നിട്ടുണ്ട്, അതുപോലെ 11th ഓവറിലും അതുപോലെ 19th ഓവറിലും ഒക്കെ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്? ഇന്ത്യക്ക് കൂടുതൽ വന്നിട്ടുണ്ട്. ദേ നമ്മൾ മിസ്സായി പോയിട ഒരെണ്ണം. ഏതാണ്? ദേ നോക്കിക്കേ, 19th ഓവറിൽ ദേ ഓറഞ്ച് ആണ് പൊക്കത്തിൽ നിൽക്കുന്നത് അല്ലെ. അപ്പൊ ഓറഞ്ച് ആണ് പൊക്കത്തിൽ നിൽക്കുന്നത്. അപ്പൊ 19th ഓവറിലും കൂടി വന്നിട്ടുണ്ട്. അപ്പൊ നോക്കിക്കോ, 3rd, 5th, 6th, 8th, 9th, 10th, 11th and 19th ഓവറിലാണ് ഇന്ത്യക്ക് ഇംഗ്ലണ്ടിനേക്കാൾ കൂടുതൽ റൺസ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദേ നമ്മൾ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇൻ വിച്ച് ഓവേഴ്സ് ഡിഡ് ബോത്ത് ടീംസ് സ്കോർ ദി സെയിം നമ്പർ ഓഫ് റൺസ്? ഏതൊക്കെ ഓവറിലാണ് രണ്ട് ടീംസും ഒരേ റൺസ് നേടിയത്, ഒരുപോലെ റണ്ണ് നേടിയിരിക്കുന്നത് ഏതൊക്കെ ഓവറിലാണ് എന്നാണ് നമുക്ക് വേണ്ട കേട്ടോ. അപ്പൊ ഒരുപോലെ റൺ നേടിയിരിക്കുന്നത് എവിടേക്കാണ്? ഒരുപോലെ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓറഞ്ച് റെക്ടാങ്കിളും ഗ്രീൻ റെക്ടാങ്കിളും ഒരേ ഹൈറ്റിൽ വന്നിരിക്കുന്നത് എവിടേക്കാണ് എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ വന്നിട്ടുണ്ട് അല്ലെ, രണ്ടുപേരും ഒരേ ഹൈറ്റിൽ വന്നിട്ടുണ്ട്. അതെവിടെയാണ്? സെക്കൻഡ് ഓവറിൽ. അപ്പൊ നമുക്ക് മാർക്ക് ചെയ്യാലോ. സെക്കൻഡ് ഓവറിൽ രണ്ടുപേരും ഒരുപോലെ റൺസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നോക്കിയാലോ, 7th ഓവറിൽ വന്നിട്ടുണ്ട്. വീണ്ടും എവിടെയാണ് നിങ്ങൾ വേഗം ഒന്ന് കമന്റ് ചെയ്തേടാ, ഏതൊക്കെ ഓവറിലാണ് ഒരുപോലെ വന്നിരിക്കുന്നത്? അതേ കാണുന്നുണ്ട് 12th ഓവറിൽ അല്ലെ. 12th ഓവറിൽ ഒരുപോലെ വന്നിട്ടുണ്ട്. പിന്നെ 14th ഓവർ, 15th ഓവർ, പിന്നെ എവിടെയെങ്കിലും ഉണ്ടോ? അതെ ഇവിടെയുണ്ട്, 16th കൂടിയുണ്ട് അല്ലെ. ഇത്രയും ഓവറുകളിലാണ് ഒരുപോലെ നമ്മുടെ ഇന്ത്യയും ഇംഗ്ലണ്ടും എന്ത് ചെയ്തിരിക്കുന്നത്? റൺസ് സ്കോർ ചെയ്തിരിക്കുന്നത്. അപ്പൊ വേഗം എഴുതിക്കോളൂ ആൻസർ ആയിട്ട്. ഇത്രയും എന്ത് ചെയ്യാ? നമ്മൾ ഇത്രയും ഓവറുകളുടെ പേര് എഴുതാം കേട്ടോ. അപ്പൊ ഏതൊക്കെ ഓവറിലാണ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ വേഗം എഴുതിക്കോളൂ ഏതൊക്കെ ഓവറാണ്. സെക്കൻഡ് ഓവർ, പിന്നെ 7th ഓവർ, വീണ്ടും 12th, വീണ്ടും 14th, വീണ്ടും 15th, ലാസ്റ്റ് 16th. ഓക്കെ, 16th ഓവർ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇത്രയും ഓവറുകളിലാണ് എന്ത് കിട്ടിയിരിക്കുന്നേടാ? രണ്ട് ടേംസിനും ഒരുപോലെ സ്കോർ കിട്ടിയിരിക്കുന്നു. ഓക്കെ, സെറ്റ് ആണല്ലോ? ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വിച്ച് ടീം സ്കോർഡ് മോർ അറ്റ് ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് 10 ഓവേഴ്സ്? ഓക്കെ, ആദ്യത്തെ 10 ഓവറിൽ കൂടുതൽ റൺസ് നേടിയത് ഏത് ടീമാണ്? അപ്പൊ ആദ്യത്തെ 10 ഓവറുകൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഈ 10 ഓവറിലും കൂടി ഏറ്റവും കൂടുതൽ റൺസ് നേടിയിരിക്കുന്നത് ഇന്ത്യയാണോ ഇംഗ്ലണ്ടാണോ? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ എന്ത് ചെയ്യണം? ആദ്യത്തെ 10 ഓവറുകളില് ഇന്ത്യക്ക് ടോട്ടൽ കിട്ടിയിരിക്കുന്നത് എത്ര റൺസ് ആണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ആദ്യത്തെ 10 ഓവറുകളിൽ ഇംഗ്ലണ്ടിന് എത്രയാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതും നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം അല്ലെ. എല്ലാം കൂടി അങ്ങോട്ട് ആഡ് ചെയ്താൽ മതി അല്ലെ. ഫസ്റ്റ് ഓവറിലെ കാര്യം, സെക്കൻഡ് ഓവറിലെ റൺസ്, ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇംഗ്ലണ്ടിന്റെയും ഇന്ത്യയുടെയും റൺസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇന്ത്യയുടെ റൺസ് ഒന്ന് കണ്ടുപിടിക്കാം അല്ലെ. ഇന്ത്യയുടെ വേണോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിന്റെ വേണോ? ഇംഗ്ലണ്ടിന്റെ ആദ്യം ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, ഇംഗ്ലണ്ടിന്റെ റൺസ് വേഗം മിസ് എഴുതുവാണ് കേട്ടോ. അപ്പൊ വേഗം എഴുതിക്കോ. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇംഗ്ലണ്ടിന്റെ റൺസ് ആണ്. മിസ് ഇവിടെ എഴുതുന്നു ഇംഗ്ലണ്ടിന് ആദ്യത്തെ 10 ഓവറിൽ കിട്ടിയിരിക്കുന്ന റൺസ്, ടോട്ടൽ എത്ര റൺസ് ആണ് എന്നുള്ളതാണ് നമുക്ക് വേണ്ട കേട്ടോ. അപ്പൊ നോക്കിക്കോ, ഫസ്റ്റ് ഓവറിൽ ഇംഗ്ലണ്ടിന് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? ഫസ്റ്റ് ഓവറിൽ എത്രയാണ് വന്നിരിക്കുന്നത് ഇംഗ്ലണ്ടിന്? അതേ നോക്കുമ്പോൾ നമുക്ക് കാണാം, ഇത് എത്രയാണ്? 13 ആണ്. അപ്പൊ 13 വേഗം എഴുതിക്കോളൂ. 13 ഫസ്റ്റ് ഓവറിൽ 13 ആണ്. പ്ലസ് ഇനി സെക്കൻഡ് ഓവർ നോക്കുകയാണെങ്കിലോ, സെക്കൻഡ് ഓവറിൽ നമ്മൾ ഇംഗ്ലണ്ടിന്റെ കാര്യമാണ് മക്കളെ നോക്കുന്നത് കേട്ടോ. സെക്കൻഡ് ഓവറിൽ എത്രയാണ് വരുന്നത് ഇംഗ്ലണ്ടിന്? ദേ വരുന്നു 9 ആണ് വരുന്നത് അല്ലെ. 9 റൺസ് ആണ് സെക്കൻഡ് ഓവറിൽ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു?
9നെ ആഡ് ചെയ്യുന്നു. ഓക്കെ ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് തേർഡ് ഓവറിലെ കാര്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. തേർഡ് ഓവറിൽ എത്ര വരുന്നുണ്ടടാ? വേഗം നോക്കിക്കോളൂ. തേർഡ് ഓവറിൽ ഗ്രീൻ ആണ് നമ്മുടെ ഇംഗ്ലണ്ട് കേട്ടോ. അപ്പൊ ഗ്രീനിന്റെ പൊക്കം വേണം നമ്മൾ നോക്കാനായിട്ട്. ദേ നേരെ പോകുന്നു. തേർഡ് ഓവറിൽ എത്രയാണ്? 8 ആണ്. ഇതുപോലെ ഓരോന്നും നിങ്ങൾ കണ്ടുപിടിക്കുക കേട്ടോ. വേഗം പറഞ്ഞു പോവാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ ഓരോ ഓവറിലും അങ്ങനെ 20 ഓവറുകൾ ഉണ്ട് അല്ലെ. 20 ഓവറുകളിലും നമ്മുടെ ഇംഗ്ലണ്ടിന് കിട്ടിയിരിക്കുന്ന റൺസ് എന്ത് ചെയ്യടാ? ആഡ് ചെയ്യുക. അതേ മിസ് വേഗം ആഡ് ചെയ്യാൻ പോവാണ്. എന്ത് വരൂടാ? 13 വരുന്നുണ്ട്, പ്ലസ് 9 വരുന്നുണ്ട്, അടുത്തതിൽ 8 വരുന്നുണ്ട്, വീണ്ടും 16 വരുന്നുണ്ട്, വീണ്ടും 6 വരുന്നുണ്ട്, വീണ്ടും 3 വരുന്നുണ്ട്, 6 വരുന്നുണ്ട്, 7 വരുന്നുണ്ട്, 6 വരുന്നുണ്ട്, 5 വരുന്നുണ്ട് കേട്ടോ. ഇവരെല്ലാവരും കൂടി വേഗം കൂടി എല്ലാവരും ഒന്ന് ആൻസർ പറഞ്ഞേ. വേഗം എല്ലാവരും ഒന്ന് ആഡ് ചെയ്യുക കേട്ടോ. നമ്മൾ ആദ്യത്തെ 10 ഓവറുകളുടെ കാര്യമാണ് പറഞ്ഞത്. 1 2 3 4 5 6 7 8 9 10 അല്ലെ. 10 ഓവറുകളിലെയും റൺസ് നമ്മൾ എഴുതി. ടോട്ടൽ കിട്ടാൻ എന്ത് ചെയ്തു? എല്ലാവരെയും കൂടി നമ്മൾ അങ്ങോട്ട് കൂട്ടി. എത്രയാണ് ആൻസർ വരുന്നത്? വേഗം പറഞ്ഞ എല്ലാവരും എത്രയാണ് ആൻസർ വരുന്നത്? കിട്ടിയിട്ടുണ്ട്. നമുക്ക് എത്രയാണ്? 79 ആണ് ടോട്ടൽ ഇംഗ്ലണ്ടിന് 10 ഓവറുകളിലായിട്ട് കിട്ടിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യണോടാ? ഇന്ത്യയുടെ ഒന്ന് കണ്ടുപിടിക്കുക അല്ലെ. നമുക്ക് ഇതുപോലെ ഇന്ത്യക്ക് ആദ്യത്തെ 10 ഓവറിൽ കിട്ടിയിരിക്കുന്ന റൺസ് ഒന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ വേഗം നോക്കിക്കോളൂ എന്താണ് വരിക? ഫസ്റ്റ് ഓവറിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്നത്, ഇന്ത്യ ഏത് കളറാണ്? ഓറഞ്ച് കളറാണ് കേട്ടോ. അത് നിങ്ങൾ മാറിപ്പോകരുത്. അപ്പൊ നോക്കിക്കോളൂ, ഫസ്റ്റ് ഓവറിൽ എത്ര റൺസ് കിട്ടിയിട്ടുണ്ടാ? നോക്കിക്കോ, എത്രയാണ്? 8 റൺസ് ആണ് ഫസ്റ്റ് ഓവറിൽ കിട്ടിയിരിക്കുന്നത്. സെക്കൻഡ് ഓവറിൽ എത്ര വന്നിട്ടുണ്ട്? 9 റൺസ് വന്നിട്ടുണ്ട്. തേർഡ് ഓവർ നോക്കുവാണെങ്കിൽ എത്ര റൺസ് വന്നിട്ടുണ്ട് മക്കളെ? നോക്കിക്കോ, ദേ വരുന്നു. 9 റൺസ് ആണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ 20 ഓവറിലെയും കാര്യം നമുക്ക് വേണം. പക്ഷെ ഇന്ത്യയുടെ കേസ് നോക്കുകയാണെങ്കിൽ 20ാമത്തെ ഓവറിലെ കാര്യം പറഞ്ഞിട്ടില്ല. 20 ഓവറിന്റെ കാര്യം നമുക്ക് വേണോ? ഇല്ല. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എത്രയാണ്? 10ാമത്തെ ഓവർ വരെയുള്ള കാര്യം ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. ഓക്കെ. അപ്പൊ 10ാമത്തെ ഓവർ വരെയുള്ളതിന്റെ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ എല്ലാം ആഡ് ചെയ്ത് റൺസ് എല്ലാം ആഡ് ചെയ്ത് പോകണം കേട്ടോ. വേഗം എല്ലാവരും ആഡ് ചെയ്തോളൂ. മിസ് എഴുതുകയാണ്. എത്രയാണ്? ഫസ്റ്റ് ഓവറിൽ 8 വന്നു, സെക്കൻഡ് ഓവർ 9, വീണ്ടും 9 പ്ലസ് 12 പ്ലസ് 10 പ്ലസ് 6 പ്ലസ് 6 പ്ലസ് 16 പ്ലസ് 13 പ്ലസ് 14. ഓക്കെ, ഇത്രയും റൺസ് ആണ് 10 ഓവറുകളിലായിട്ട് നമ്മുടെ ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്നത്. ടോട്ടൽ ഒന്ന് വേഗം കൂട്ടി എല്ലാവരും ആൻസർ ഒന്ന് പറഞ്ഞേ. എത്രയാണ് ടോട്ടൽ വരിക? ഇന്ത്യക്ക് ടോട്ടൽ എത്ര റൺസ് ആണ് വരിക? ഇതെല്ലാം കൂടി കൂട്ടി കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 103 റൺസ് എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇതാണോ ചോദിച്ചത്? ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്നത് എത്ര റൺസ് ആണ്? ഇംഗ്ലണ്ടിന് കിട്ടിയിരിക്കുന്നത് എത്ര റൺസ് ആണ്? ഇങ്ങനെയാണോ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്? അല്ല. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയടാ. വിച്ച് ടീം സ്കോർ മോർ അറ്റ് ദ എൻഡ് ഓഫ് ഫസ്റ്റ് 10 ഓവേഴ്സ്? 10 ഓവറുകളിലായിട്ട് ഏറ്റവും കൂടുതൽ റൺസ് നേടിയിരിക്കുന്നത് ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെ. ആരാത്? ആർക്കാണ് ഏറ്റവും കൂടുതൽ റൺസ് കിട്ടിയിരിക്കുന്നത്? 79 ആണോ 103 ആണോ വലുത്? നമുക്കറിയാം അല്ലെ. നമുക്കറിയാം ആർക്കാണ്. ഇന്ത്യക്കാണ് ഏറ്റവും കൂടുതൽ റൺസ് കിട്ടിയിരിക്കുന്നത്, 103 റൺസ് അല്ലെ. ഏറ്റവും കൂടുതൽ റൺസ് കിട്ടിയിരിക്കുന്ന ആർക്കാണ്? ഇന്ത്യക്കാണ്. അപ്പൊ വേഗം ആൻസർ എഴുതിക്കൊള്ളൂ എല്ലാവരും. ഇന്ത്യക്കാണ് ഏറ്റവും കൂടുതൽ റൺസ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോടാ? ഓക്കെ ആണോ? സെറ്റ് ആണോ? സെറ്റ് ആണ് അല്ലെ. അപ്പൊ ഇനി നമുക്ക് ഒരു പ്രോബ്ലം കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാലടാ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനും കൂടി നമുക്കൊന്ന് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കോടാ, ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിരിക്കുന്നത് നോക്കാം കേട്ടോ. ഇവിടെ പേജ് നമ്പർ 141 ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ എന്ന് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കാം. The graph below shows the number of cars a company manufactured in the past few years. Okay, കഴിഞ്ഞ കുറെ വർഷങ്ങളിൽ ഒരു കമ്പനി നിർമ്മിച്ച കാറുകളുടെ എണ്ണമാണ് ചുവടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഒരു ഗ്രാഫ് അല്ലെ, ഒരു ചിത്രം നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്ന എന്താ? ഓരോ വർഷങ്ങളിലും ഒരു കമ്പനി നിർമ്മിച്ചിരിക്കുന്ന കാറുകളുടെ എണ്ണമാണ് തന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നോക്കി 2018 കാര്യം പറയുന്നുണ്ട് കേട്ടോ. 2018 എത്ര കാറുകളാണ് നമ്മുടെ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത്? നോക്കി 1330. അത് എത്രയാണത്? 13,000 അല്ലെ, 13,000 കാറുകളാണ് 2018 നമ്മുടെ ഈ ഒരു കമ്പനി മേക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ ഇനി അടുത്തത് 2019 കാര്യം നോക്കുകയാണെങ്കിലോടാ, 19 എത്ര കാറുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കി? 14,500 അല്ലെ, 14,500. ഇത്രയും കാറുകളാണ്
ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ 2019 അങ്ങനെ ഒരു ഡേറ്റയാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. 2023 വരെയുള്ള കാര്യം നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഒരു ഗ്രാഫ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്, സംഭവം എന്താണെന്നുള്ളത് നമുക്ക് കത്തിയിട്ടുണ്ട് അല്ലേടാ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സോ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, in which year was the most number of cars made? Okay, എന്താ ചോദിച്ചിരിക്കുന്നത്? ഏത് വർഷമാണ് ഏറ്റവും കൂടുതൽ കാറുകൾ നിർമ്മിച്ചിരിക്കുന്നത്? ഏറ്റവും കൂടുതൽ കാറുകൾ നിർമ്മിച്ചിരിക്കുന്ന ഏത് വർഷമായിരിക്കും? വേഗം എല്ലാവരും ഒന്ന് പറഞ്ഞേ. നമുക്ക് ഈ ഒരു ഗ്രാഫ് കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ, ഏറ്റവും കൂടുതൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ റെക്ടാംഗിൾ ഏറ്റവും മുകളിലേക്ക് വന്നിരിക്കുന്നത് ഏതാണ് എന്നുള്ളത് നോക്കിയാൽ മതി അല്ലെ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 2019 നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കിക്കോടാ, ഏറ്റവും കൂടുതൽ ഹൈറ്റിൽ വന്നിരിക്കുന്നത് എവിടെയാണ്? 2019 ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? 2019 ഏറ്റവും കൂടുതൽ കാറുകൾ നമ്മുടെ കമ്പനി എന്ത് ചെയ്തിരിക്കുന്നത്? നിർമ്മിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. അപ്പൊ എഴുതിക്കോളൂ, ഏത് വർഷമാണെന്നുള്ളതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എന്ത് പറയാം? 2019 എന്ന് പറയാം. അതിന്റെ കൂടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്, ഹൗ മെനി കാർസ് വർ മാനുഫാക്ചേർഡ്? ഓക്കെ, എത്ര കാറുകളാണ് ആ ഒരു വർഷം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് കൂടി ചോദിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ എത്ര കാറുകളാണ് നോക്കി 2019 വന്നിരിക്കുന്നത്? നമ്മൾ പറഞ്ഞു എത്രയാണ്? 14,500 ആണ്. അപ്പൊ വേഗം അതിന്റെ ആൻസർ കൂടി എഴുതാം, 14,500. ഓക്കെ, ഒരുമിച്ച് എഴുതാം അല്ലെ. ഓക്കെ, 14,500 കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാറുകളാണ് 2019 നമ്മുടെ ഈ ഒരു കമ്പനി മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? And in which year was the least number of cars manufactured? Okay, ഏറ്റവും കുറവ് നിർമ്മിച്ചിരിക്കുന്നത് ഏത് വർഷമാണ്? അത് എത്ര കാറുകളാണ് എന്ന് കൂടി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഏറ്റവും കുറവ് എവിടെയാടാ? നമ്മളിങ്ങനെ നോക്കി വരുമ്പോ ഏറ്റവും ചെറിയ റെക്ടാംഗിൾ കാണാം, ഒരു കുഞ്ഞു റെക്ടാംഗിൾ കാണാം. എവിടെയാണ്? 2020 നമുക്ക് കാണാൻ പറ്റും അല്ലെ. 2020 അപ്പൊ ഏറ്റവും കുറവ് കാറുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ വേഗം എഴുതിക്കുള്ളൂ ആൻസർ. എവിടെയാണ്? 2020 ഏറ്റവും കുറവ് കാറുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി എത്ര കാറുകളാണ് നിർമ്മിച്ചിരിക്കുന്നത് കൂടി ക്വസ്റ്റ്യനിലുണ്ട് അല്ലെ. അപ്പൊ എത്ര എണ്ണമാണ് നമ്മൾ നോക്കാലോ. 2020 എത്ര ഹൈറ്റിലാണ് വന്നിരിക്കുന്നത് നോക്കി. ഈ ഒരു ഹൈറ്റ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാം എത്രയാണ്? 10,500 എന്ന് നമുക്ക് കിട്ടും അല്ലെ. ഇത്രയും കാറുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ വേഗം എഴുതിക്കുള്ളൂ ആൻസർ. 10,500 കാറുകളാണ് 2020 നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാലോ. തേർഡ് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയടാ. ഹൗ മെനി കാർസ് ലെസ് ദാൻ ദോസ് മെയ്ഡ് ഇൻ 2018 were made in 2023? ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 2018 എത്ര കുറവാണ് 2023 നിർമ്മിച്ച കാറുകളുടെ എണ്ണം. ഓക്കെ, 2018 കാര്യം നമുക്കറിയാം അല്ലെ. 2018 നമുക്കറിയാം 13,000 കാറുകൾ നിർമ്മിച്ചിട്ടുണ്ട്. 2023 ആണെങ്കിലോ എത്ര കാറുകൾ ഉണ്ട് നോക്കി. 12,500 കാറുകളാണ് 2023 ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 2018 എത്ര കുറവാണ് 2023 നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? അവര് തമ്മിലുള്ള ഡിഫറൻസ്, വ്യത്യാസം ഒന്ന് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? വേഗം എഴുതിക്കുള്ളൂ, ആൻസർ എഴുതാം കേട്ടോ. അപ്പൊ നമുക്കറിയാം 2018 കാര്യം നമുക്ക് എഴുതാം അല്ലോ. 2018 13,000 കാറുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആൻഡ് 2023 നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ്? 12,500 കാറുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവര് തമ്മിലുള്ള ഡിഫറൻസ് അല്ലെ, ഡിഫറൻസ് എത്രയാണ്? ഡിഫറൻസ് അഥവാ വ്യത്യാസം എത്രയാണ് എന്നുള്ളത് നമുക്ക് വേണം അല്ലെ. വ്യത്യാസം ഇസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യും? ഇവരെ തമ്മിൽ മൈനസ് ചെയ്യും അല്ലെ. 13,000 മൈനസ് 12,500 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും മക്കളെ? 500 എന്ന് നമുക്ക് കിട്ടും അല്ലെ. ഇവര് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 500 ആണ്. അപ്പൊ നമുക്ക് ഗ്രാഫ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എന്താണ്? 2018 500 കുറവാണ് 2023 നിർമ്മിച്ചിരിക്കുന്ന കാറുകളുടെ എണ്ണം. ഓക്കെ ആണല്ലോടാ, സെറ്റ് ആണല്ലോ. ഇത്രയും ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സബ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഉള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പതുക്കെ ഒന്ന് നിർത്താം അല്ലെ. നമ്മൾ കുറെ നേരമായിട്ട് കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് എന്താണ്? ഗ്രാഫുകളെ പറ്റിയിട്ടാണ്. അപ്പൊ ഗ്രാഫ് എങ്ങനെയാണ് അനലൈസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചല്ലേ.
ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ആൻസർ ചെയ്യുക, ഇതൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് പ്രോബ്ലത്തിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പൊ ബാക്കി ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ അടുത്ത പാർട്ടിൽ മിസ് വരുന്നതായിരിക്കും. അപ്പൊ എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാം, ഇതൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ അടുത്ത ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ബൈ ബൈ.